ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ സാജിറ്റേറിയസിന് വേണ്ടിയിട്ട് ജൂലൈ മാസത്തിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ ഫ്യൂച്ചറിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്പോഴാണ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ അത് നിങ്ങളുടെ എനർജി നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇൻസ്റ്റഗ്രാമിലും ഞാൻ കുറേ ആക്റ്റീവാണ്. നിങ്ങൾക്ക് വേണ്ടി തന്നെ അവിടെയും മെസ്സേജ് ചെയ്യാം. നിങ്ങൾക്ക് പേഴ്സണലായിട്ട് പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് ഡീറ്റെയിൽസ് വേണം വെച്ചാൽ അപ്പോൾ അവിടെ എന്നെ ഫോളോ ചെയ്യുക ആൻഡ് DM ചെയ്യുക. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് അവിടെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. എൻ്റെ ചാനലിൽ മെമ്പർ ആവണം വെച്ചാൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് മെമ്പർ ആവാം. മെമ്പർ ആവുമ്പോൾ നിങ്ങൾക്ക് എല്ലാം വീഡിയോസ് ഇമ്മീഡിയറ്റ്ലി കാണാൻ പറ്റും, അത്ര വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം സാജിറ്റേറിയസ്. ആൻഡ് എന്താണ് ജൂലൈ മാസത്തിൻ്റെ മെസ്സേജസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജൂലൈ മാസം, അതിപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ സാജിറ്റേറിയസ് നിങ്ങളുടെ എന്താണ് ഓവറോൾ എനർജി എന്ന് നമ്മൾക്ക് നോക്കാം. ജൂലൈ മാസത്തിൻ്റെ ഓവറോൾ എനർജി നിങ്ങളുടെ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. പാസ്റ്റിൽ ഞാൻ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് കാണുന്നത്. നിങ്ങളുടെ കറണ്ട് എനർജി 5 ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ ഫ്യൂച്ചറിൽ വരാൻ പോണ എനർജി മജിഷ്യൻ. നിങ്ങൾക്ക് ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം പേജ് ഓഫ് വാൻഡ്സ്. അഡ്വൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏസ് ഓഫ് സോർഡ്സ്. സർപ്രൈസ് ഫാക്ടറിൽ ഏസ് ഓഫ് പെൻറ്റിക്കിൾസ്. ഔട്ട്കം ഈ കാർഡ്. അപ്പോൾ സാജിറ്റേറിയസ് ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഇതൊരു ടോറസ് വർഗോ കാപ്രിക്കോണിൻ്റെ എനർജിയാണ്. പക്ഷേ ഇത് നിങ്ങളുടെ എനർജിയും ആവാം. നിങ്ങൾ ഈ മാസം കുറേ ബാലൻസ്ഡ് ആയിട്ട് എനർജിയിലാണ്. രണ്ടും പേഴ്സണൽ ലൈഫും കരിയറും രണ്ടും നിങ്ങൾ നല്ലോണം ബാലൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട് ലൈഫിൽ. പക്ഷേ ഇവിടെ ചില ചാലഞ്ചസ് ഉണ്ട്, ചില ബ്ലോക്സ് ഉണ്ട്. അപ്പോൾ ഈ ബ്ലോക്സ് എന്താണെന്ന് ഈ ടവർ. ഓക്കെ, അപ്പോൾ ടവർ എനർജി ഒരു ഷോക്കിംഗ് ചേഞ്ച് ആണ്. എന്തോ ഒരു സഡൻ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട് ഈ മാസം. അതുകൊണ്ട് നിങ്ങൾ കുറച്ചൊരു ബ്ലോക്ക്ഡായി ഫീൽ ചെയ്യണു. ഈ ചേഞ്ച് അൺഎക്സ്പെക്റ്റഡ് ചേഞ്ച് ആണ്, നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അത് വരുമ്പോൾ അതുണ്ടാവുമ്പോൾ നിങ്ങൾ കുറച്ചൊരു പറഞ്ഞാൽ നിങ്ങളുടെ പ്ലാൻസൊക്കെ തെറ്റിപ്പോവും. അപ്പോൾ കുറച്ച് അങ്ങനെ ഒരു ഷോക്കിംഗ് എനർജി ഞാൻ കാണുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് നോക്കാം എന്താണെന്നത്. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ പാസ്റ്റിൽ. അപ്പോൾ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ഒരു വെരി സ്റ്റഡി സ്റ്റേബിൾ എനർജിയാണ്. കുറേ ഒരു സ്ലോ മൂവിങ് റുട്ടീൻ മാതിരി ഒരു എനർജിയാണ് 9 ഓഫ് കപ്സ്. നിങ്ങളുടെ ഗോൾസ്, കരിയർ ഗോൾസ്, നിങ്ങളുടെ പേഴ്സണൽ ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യാൻ തുടങ്ങുന്നുണ്ടായിരുന്നു. കുറേ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു നിങ്ങളുടെ മനസ്സിലത് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റും. നൈറ്റ് ഓഫ് വാൻഡ്സ് ട്രാവൽഡ് എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആ പാഷൻ ഉണ്ടായിരുന്നു, എല്ലാം കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും, ആ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നിങ്ങൾ ഡീൽ ചെയ്യണത് ഒരു ടോറസ് വർഗോ കാപ്രിക്കോണിൻ്റെ കൂടെയാണെന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു ഡിഫറൻസ് ഉണ്ട്. ഡിഫറൻസ് പറഞ്ഞാൽ നിങ്ങൾ രണ്ടാളുടെയും എനർജി വേറെ വേറെയാണ്. പക്ഷേ അതുണ്ടായാലും ഇവിടെ കുറേ ഒരു ഒരു കമ്പാറ്റബിലിറ്റി ഉണ്ട്. ഓക്കെ, പക്ഷേ ഈ മാസം എന്തോ ഒരു ലോസ് ഞാൻ കാണുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ഫിനാൻഷ്യൽ ലോസ് ആവാം, അതല്ല വെച്ചാൽ ജോലിയുടെ ലോസ് ആവാം, അതുമല്ല വെച്ചാൽ ഒരു പേഴ്സണൽ ലോസ് ആവാം. ഈ 5 ഓഫ് പെൻറ്റിക്കിൾസ് ഫൂളിൻ്റെ കൂടെ. അപ്പോൾ എന്തോ ഒരു ലോ സെൽഫ് കോൺഫിഡൻസിൻ്റെ എനർജി ഇവിടെ കാണാണ്ട്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടാവാം. അപ്പോൾ അത് സൂക്ഷിക്കണം. എസ്പെഷ്യലി നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് കുറച്ചൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കുറച്ച് സൂക്ഷിക്കണം. മേ ബി നിങ്ങളുടെ മെഡിക്കൽ എക്സ്പെൻസസ് കൂടാൻ വഴിയുണ്ട്. അതല്ല വെച്ചാൽ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു പൈസ നഷ്ടപ്പോവുക, പറഞ്ഞാൽ എവിടെയോ മറന്ന് വെക്കുക, ഇല്ല വെച്ചാൽ വേറെ ആരോ സ്റ്റീൽ ചെയ്യുക, അങ്ങനത്തെ എനർജിയും ആവാം. അപ്പോൾ പൈസയുടെ കാര്യത്തിലും സൂക്ഷിക്കണം ഈ മാസം. ഫ്യൂച്ചറിൽ മെജിഷ്യനാണ്. അപ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാണ് എന്തോ
പുതിയതായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഈ മാനിഫെസ്റ്റേഷൻ എന്താണ്, ഒരു പുതിയ സ്റ്റാർട്ട് ഞാൻ കാണുന്നുണ്ട്. ഒരു പേജ് സോഡ്സ്, 10 of swords. അപ്പോൾ എന്തോ ഒരു ഇൻഫർമേഷൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. നിങ്ങൾ എന്തോ ഇൻഫർമേഷന് വേണ്ടിയിട്ടായിരിക്കും ഓൺലൈൻ പോകുന്നുണ്ടാവുക. ഈ ഇൻഫർമേഷൻ കിട്ടുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു ഷോക്ക് ഉണ്ടാവും. പക്ഷേ അതാണ് ഇവിടെ ടവർ കാണുന്നത്. എന്ന് വെച്ചാൽ ഈ ഷോക്കിംഗ് കാര്യം എന്താ വെച്ചാൽ ഒരു ന്യൂസിൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കുറച്ചൊരു ഷോക്കിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഇൻഫർമേഷൻ എന്താണ്? സൺ. അപ്പോൾ ഈ ഇൻഫർമേഷൻ കുറേ ക്ലാരിറ്റി കൊണ്ടുവരുന്ന ഇൻഫർമേഷനാണ്. ഇതിൻ്റെ മുമ്പേ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഏതോ ഒരു ഏരിയ ഓഫ് ലൈഫിൽ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫായിരിക്കാം, അതല്ല നിങ്ങളുടെ കരിയറിലാവാം. പക്ഷേ എന്തോ ഒരു ഇൻഫർമേഷൻ വന്നുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ആദ്യം ഇവിടെ ഇൻഫർമേഷൻ്റെ തന്നെ എനർജി കാണുന്നത്. നിങ്ങൾ എന്തോ ഫൈൻഡ് ഔട്ട് ചെയ്യണോ. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഓൺലൈൻ ആയിരിക്കും കിട്ടുന്നുണ്ടാവും, അതല്ല ഏതൊരു ഫ്രണ്ട് നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരുന്നുണ്ടാവും. പക്ഷേ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു ഷോക്ക് ഉണ്ടാവും. ഓക്കെ, പേജ് ഓഫ് വോൺസ് ആണ് നിങ്ങളുടെ ചാലഞ്ച്. അപ്പോൾ പേജ് ഓഫ് വോൺസ് ഒരു നിങ്ങളുടെ തന്നെ എനർജി ആവാം, പക്ഷേ ഒരു യങ് എനർജിയാണ്. നിങ്ങൾ എന്തോ കുറേ ഇംപേഷ്യൻ്റ്ലി വെയിറ്റ് ആണ് ചെയ്യണത് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. മേ ബി ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്, ഒരു മെസ്സേജിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷേ ഈ മെസ്സേജോ ഈ ഇൻഫർമേഷൻ വരുന്നുണ്ട്. പക്ഷെ ആ ഇൻഫർമേഷൻ വരുന്നത് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഇൻഫർമേഷനാണ്. ഓക്കെ, അതിൻ്റെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണത് വേറെ എന്തോ ആയിരുന്നു, പക്ഷെ നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് വേറെ എന്തോ ആണ്. അങ്ങനത്തെ ഒരു എനർജി. ഏസ് ഓഫ് സോഡ്സ്, ഇവിടെ ഡെഫിനറ്റ്ലി ആ ഇൻഫർമേഷൻ വരുന്നുണ്ട്. ഓക്കെ, പക്ഷേ കുറച്ചൊരു അൺഎക്സ്പെക്റ്റഡ് വേയിലാണ് വരുന്നത്. എംപ്രസ് എനർജി ഉണ്ട് ഇവിടെ. ആൻഡ് 7 of cups ഉണ്ട്. അപ്പോൾ എന്തോ ഇവിടെ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യണ ഇൻഫർമേഷനാണ് ഇത്. അതല്ല വെച്ചാൽ ഏതോ ഒരു പേഴ്സണിൻ്റെ മാരേജിൻ്റെ ഇൻഫർമേഷൻ ആയിരിക്കാം. അതും അല്ല വെച്ചാൽ ഈ പേഴ്സൺ വേറെ ആരുടെയോ കൂടെ കല്യാണം കഴിക്കുന്നുണ്ട്, അങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ ആവാം. അതുകൊണ്ട് കുറച്ചൊരു ഷോക്കായിരിക്കും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ന്യൂസ് ആയിരിക്കാം. ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ. ഇപ്പോൾ അതും അല്ല വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു പ്രപ്പോസൽ കിട്ടുന്നുണ്ടാവും, അത് എക്സ്പെക്റ്റ് ചെയ്യാത്ത കാര്യമായിരിക്കാം. അതും ആവാം. ഓക്കെ, 2 സൈഡിലും ആവാം. നിങ്ങൾക്ക് ഏതൊരു പേഴ്സൺ ഇഷ്ടമാണെന്ന് വെച്ചാൽ മേ ബി ഒരു സഡൻ ഇൻഫർമേഷൻ കിട്ടുന്നത് അത് ഇപ്പോൾ നല്ല ഒരു പോസിറ്റീവ് ന്യൂസും ആവാം, ഒരു നെഗറ്റീവ് ന്യൂസും ആവാം. പക്ഷേ ഡെഫിനറ്റ്ലി എന്തോ ഒരു ഷോക്കിംഗ് ന്യൂസാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു കമ്മിറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് റെഡി അല്ല വെച്ചാൽ അത് നിങ്ങൾക്കൊരു ഷോക്കായിരിക്കാം. എന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ്ലി കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ റെഡി ആയിരിക്കില്ല. അതല്ലാണ്ട് മേ ബി നിങ്ങൾ വേറൊരു പേഴ്സണെ ഇഷ്ടമാണ്, അവരുടെ മാരേജിൻ്റെ ന്യൂസ് കേട്ടിട്ട് നിങ്ങൾക്കൊരു ഷോക്കായിരിക്കാം. അതും ആവാം. എന്തായാലും ഇവിടെ ഒരു പോസിറ്റീവ് ന്യൂ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഒരു കുറേ ബാലൻസ്ഡ് ന്യൂ ബിഗിനിങ് ആണ് ഇത്. ഈ ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് എന്താണ്, നിങ്ങളിത് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ. ആൻഡ് ഇവിടെ കുറേ ഫോർവേഡ് മൂവ്മെൻ്റ് ഉണ്ട്. ഞാൻ ട്രാവൽ കാണുന്നുണ്ട്. ഓക്കെ, ട്രാവൽ കുറേ ഉണ്ട് ഈ മാസം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഒരു ജോലിയുടെ കാര്യമാവാം, ഒരു പുതിയ ജോലി, വേറൊരു സ്ഥലത്ത് കിട്ടണ ജോലിയായിരിക്കാം, വേറൊരു കൺട്രി സിറ്റിയിൽ കിട്ടണ ജോലിയായിരിക്കാം. അപ്പോൾ ഔട്ട്കം നിങ്ങൾക്ക് 6 of wands ആണ്. അപ്പോൾ ഔട്ട്കമ്മിൽ ഞാൻ സക്സസ് ആണ് കാണുന്നത്. കുറേ സക്സസ് ഉണ്ട് നിങ്ങൾക്ക് ഈ മാസം. നിങ്ങളുടെ കരിയറിൽ എസ്പെഷ്യലി കുറേ പോസിറ്റീവ് മൂവ്മെൻറ്റ്സ് ഉണ്ട്, കുറേ ട്രാവൽ ഉണ്ട്, കുറേ സക്സസ് ഉണ്ട്. നിങ്ങളെല്ലാം ഗോൾസ് നിങ്ങൾക്ക് ഈസിലി അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഇവിടെ കാണാനുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങളുടെ ഒറക്കിൾ മെസ്സേജ്? അപ്പോൾ ഇവിടെ വെർഗോ ഉണ്ട്, ലിയോ ഉണ്ട്, സ്കോർപ്പിയോ ഉണ്ട്, ക്യാൻസർ ഉണ്ട്, ലീബ്ര ഉണ്ട്, ലീബ്ര ടോറസ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മെസ്സേജ് ഇവിടെ എന്താ വെച്ചാൽ പെർഫെക്റ്റ് ടൈമിങ്. ഓക്കെ, അപ്പോൾ എന്തോ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവണത് പെർഫെക്റ്റ് ടൈമിങ്ങിലാണ് ഉണ്ടാവണേ. അപ്പോൾ അത് ട്രസ്റ്റ് ചെയ്യുക. ഈ ടൈമിങ്ങിനെ എല്ലാം ശരിയാവും. അതും ഒരു ട്രസ്റ്റ് വെക്കുക യൂണിവേഴ്സിൽ. ആൻഡ് ഇപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇത് റെസൊനേറ്റ് ചെയ്ത് വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് വേണം വെച്ചാൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.